Hello, good afternoon. Good afternoon, madam. Good afternoon. Good afternoon. Good afternoon. Okay, തുടങ്ങാം. ആളുകൾ 27 പറയൂല 100 എബവ് പോണതാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ടോ? നീ ഉണ്ടോ? ഹലോ, ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്കാണ് ഉണ്ടായ, അല്ലാതെ ക്ലാസ്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതല്ലേ? എല്ലാം കഴിഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 91.9 ഇൻറ്റു 10⁻². കിട്ടിയ ആൻസർ 9190. എല്ലാവർക്കും അത് കിട്ടിയോ? കിട്ടാത്തതുണ്ടോ? കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്ന റൂട്ട് 49 ഗുണിക്കണം റൂട്ട് 25. റൂട്ട് 49 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് 125. 35 ആൻസർ. 35. എല്ലാവർക്കും തന്നെയാണോ കിട്ടിയേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. അത് ശരിയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. റൂട്ട് ഓഫ് 1.21 ഇൻറ്റു റൂട്ട് ഓഫ് 2.25. ആൻസർ 2.75. 1.65. ആൻസർ ആണല്ലോ അപ്പൊ വന്നേക്കണേ. റൂട്ട് ഓഫ് 101.21 അതല്ലേ പറഞ്ഞേ? 1.21 ഇൻറ്റു റൂട്ട് ഓഫ് 2.25. അപ്പൊ എന്താ ചെയ്തേ? 1.21ന്റെ റൂട്ട് കണ്ടുപിടിച്ചില്ലേ? എത്രയത്? 121ന്റെ റൂട്ടാണ് 11. പക്ഷെ നമുക്ക് വേണ്ടത് 1.21. 121 അല്ല, അതിന്റെ ഇടയിൽ പോയിന്റ് ഉണ്ട്, 2 സ്ഥാനം നീക്കി. അപ്പൊ നമ്മള് റൂട്ട് എടുത്ത് കഴിയുമ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് 1.1 ഇൻറ്റു ഇവിടെ അതേപോലെ തന്നെ 225. 225 ഏതിന്റെ റൂട്ടാണ്? 225. പക്ഷെ നമുക്ക് വേണ്ടത് 2.25 ആണ്. അപ്പൊ 1.1 ഇൻറ്റു 1.5 ആൻസർ 1.65 ആണോ? അതെ. എവിടെ തെറ്റിയെന്ന് നോക്കട്ടെ. ആരോ തെറ്റിച്ചിട്ടുണ്ട്. അടുത്തത് ഇനിയുണ്ടോ? ഉണ്ട്. 0.147 ഡിവൈഡഡ് ബൈ 100. 0.147 ഡിവൈഡഡ് ബൈ 100. എന്ത് കിട്ടിയ ആൻസർ? 0.00147. 0.00. നമുക്കറിയാം 100, 10, 1000 അങ്ങനെ 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ ഓൾറെഡി 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു 2 സ്ഥാനം കൂടി, കാരണം 100 എന്ന് പറയുന്നത് 2 സീറോസ് ആണുള്ളത്. അപ്പൊ 2 സ്ഥാനം കൂടി നീക്കണമെങ്കിൽ
സീറോ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടിട്ട് 2 സ്ഥാനം നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് 2 പൂജ്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് 147 എന്ന് പറയുന്ന അടുത്ത 3 ഡിജിറ്റ്സ് എടുത്ത് എഴുതാം. 0.00147 ആണ് ആൻസർ. ഇനി 518.135 ഗുണിക്കണം 100. 518.135 ഇൻറ്റു 100 അല്ലേ? അതിന്റെ ആൻസർ എന്തോന്നു? 51,813.5. ഒരു 3 കഴിഞ്ഞിട്ടാണ് വീണ്ടും പോയിന്റ് വരേണ്ടത്. ഇൻറ്റു ചെയ്യേണ്ടത് 100 കൊണ്ട്. 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ വലത്തുനിന്ന് ഇടത്തോട്ടേക്കാണ് പോയിന്റ് പോയതെങ്കിൽ 100 അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ഇങ്ങോട്ടേക്കാണ് ആരോ മാർക്ക് ഇടുന്നത് കേട്ടോ. പോയിന്റ് പോകേണ്ടത് അങ്ങോട്ടേക്കാണ്. അപ്പൊ നോക്കാം, 100 എന്ന് പറയുന്ന 2 പൂജ്യം ഉണ്ട്, 1 2 ആ 2 സ്ഥാനം കഴിഞ്ഞിട്ട് 518 ഓൾറെഡി അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കട്ടെ, അല്ലാണ്ട് അതും കൂടി നോക്കിയിട്ടല്ല കേട്ടോ. മൊത്തം 2 പോയിന്റ് അല്ല, ഓൾറെഡി 2 പോയിന്റ് കഴിഞ്ഞത് 518 കഴിഞ്ഞിട്ടാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പൊ ഇനി 2 സ്ഥാനം കൂടി നമ്മൾ കവർ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ 51,813.5 ആണ് ആൻസർ. നീണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഇത് എങ്ങനെ ഒന്നുകൂടി പറയോ? ഏതാ ഇപ്പൊ ചെയ്തതാ? അതായത് 10, 100, 1000, 10,000 അങ്ങനെ പറയുന്നതൊക്കെ 10ന്റെ പവേഴ്സ് ആണ്, 10ന്റെ കൃതികളാണ്. 10ന്റെ കൃതികളാണ്. 10ന്റെ ഒന്നാമത്തെ കൃതിയാണ് 10. 10ന്റെ രണ്ടാമത്തെ കൃതി 10 സ്ക്വയർ അല്ലെങ്കിൽ 10^2. അതിനെ നമ്മൾ 100 എന്ന് പറയും. 10^2 എന്ന് പറഞ്ഞാൽ 10നെ 2 പ്രാവശ്യം ഗുണിക്കുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇങ്ങനെ ഈ പവർ ആയിട്ട് പറയണേ. റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, തുടർച്ചയായ ഗുണനമാണ് നമ്മൾ കൃത്യങ്ക രൂപത്തിൽ എക്സ്പോണൻഷ്യൽ ഫോമിൽ പറയുക. അപ്പൊ 10ന്റെ ഫസ്റ്റ് പവർ ആണ് 10. 10 സ്ക്വയർ 10ന്റെ സെക്കൻഡ് പവർ അത് 10 × 10 100. 10ന്റെ തേർഡ് പവർ എന്ന് പറയുമ്പോൾ 10 × 10 × 10 3 ടെന്നുകൾ ഉണ്ട്, അതായത് 1000. 10⁻3 എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സെയിം ആണെല്ലാം. അപ്പൊ 10 അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ ഡെസിമൽ പോയിന്റ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കും. ഇതെപ്പോഴാ? ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ ഡെസിമൽ പോയിന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. അതേസമയം മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ 10ന്റെ പവർ ആയിട്ടുള്ള സംഖ്യകൾ 10^1 അല്ലെങ്കിൽ 100 ഇങ്ങനെയൊക്കെ ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല, രണ്ടും കണക്ക് തന്നെയാ. അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോ ലെഫ്റ്റിലേക്കാണ് നമ്മളുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മളുടെ ആരോ മാർക്ക് പോട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കാണ് സ്ഥാനം നീക്കേണ്ടത്. അത് ആ സ്ഥാനം നീക്കുന്നത് കാണിക്കാൻ ഞാൻ അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചത്. അപ്പൊ ഹരിക്കേണ്ടി വരുമ്പോ 10ന്റെ കൃതികളായിട്ടുള്ള സംഖ്യകൾ വെച്ച് ഹരിക്കേണ്ടി വരുമ്പോ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് പോയിന്റ് മാറണം. പോയിന്റ് ഇങ്ങനെ പോണം. അതേസമയം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോ, ഗുണിക്കേണ്ടി വരുമ്പോ ഡെസിമൽ പോയിന്റ് വലത്തോട്ടേക്ക് നീങ്ങണം. ഇടത്തു നിന്ന് വലത്തോട്ട്. അതാണ് ആരോ മാർക്ക് അങ്ങനെ കാണിച്ചേക്കണം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനില് വലത്തും ഇടത്തും ഉണ്ട്. ഞാൻ എന്റെ പൊസിഷനിൽ ഇരുന്നുകൊണ്ടുള്ള ഇടത്തും വലത്തുമാണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ആണ് ഉദ്ദേശിക്കുന്നത്. എന്റെ മാത്രം എന്റെ പൊസിഷൻ അല്ല നിങ്ങൾ നോക്കണ്ടേ. അവനവന്റെ പൊസിഷൻ നോക്കി. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിയേ 12.142 ഇൻറ്റു 10. അപ്പൊ അതെങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ? ആൻസർ ഞാൻ പറഞ്ഞേ, പറ. 121. കാരണം എന്താ നിങ്ങൾ എന്തേ 121 പറയാൻ കാരണം? ഇവിടെ ഓൾറെഡി 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് കിടക്കണേ. ആ സ്ഥാനത്തിന് യാതൊരു വിലയില്ല. അത് അവിടെ കിടക്കണത് അവിടെ ഇട്ടത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10 കൊണ്ടാണ്. 10 എന്ന് പറയുന്നതിനകത്ത് ഒരു പൂജ്യമാണുള്ളത്. അപ്പൊ ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ നമ്മുടെ പോയിന്റ് 121.42. ഓക്കെ, ഞാൻ ഇത് തന്നെ 12.142 എന്നുള്ളത് ഹരണം 10 ആണ് പറയണെങ്കിൽ അപ്പൊ എന്ത് വരും? പോയിന്റ് ഇങ്ങോട്ടേക്ക് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് നേരത്തെ ഗുണിച്ചപ്പോ പോയെങ്കിൽ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് പോയിന്റ് ഇങ്ങോട്ടേക്കാ ചേർന്നത്. മീൻസ് ആൻസർ 1.2142 എന്നാണ് വരിക. മനസ്സിലായോ? സംശയം ചോദിച്ച ആൾക്ക് മനസ്സിലായോ? സംശയം ചോദിച്ച ആളെവിടെ പോയി? പോയാ? മിസ്സേ, പോയിന്റ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതിനാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത്. അതായത് ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും, അതും 10ന്റെ പവറുകളുള്ള സംഖ്യകൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട.
10, 100, 1000, 10000 അങ്ങനെ ആ പൂജ്യങ്ങളുള്ളത് അതാണ് 10ന്റെ കൃതികള്. ആ 10ന്റെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ വന്നേക്കുന്ന സംഖ്യകൾ വെച്ച് ഗുണിക്കേണ്ടിയും ഹരിക്കേണ്ടിയും വരുമ്പോഴുള്ള 2 നിയമങ്ങളെ പറഞ്ഞേ. ഗുണിക്കാനാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് പോയിന്റ് വേണ്ട, ഇങ്ങനെ പോകും പോയിന്റ് കേട്ടാ. അതേസമയം ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കാനാണെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് ഇങ്ങോട്ട് നീങ്ങണം പോയിന്റ്. നിങ്ങളുടെ ഇടത്ത് സൈഡിലേക്ക് നീക്കി പോണം. എത്ര 0 ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് പോയിന്റ് നീക്കി ഇടണ്ടേ. ഓക്കെ, അപ്പൊ പോയിന്റ് നീക്കേണ്ടത് ഗുണിക്കുമ്പോഴാണെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ടും, അതുപോലെ തന്നെ ഹരിക്കേണ്ടതാണെങ്കിൽ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കും പോയിന്റ് നീങ്ങണം എന്ന് ഇങ്ങനെ അത് തന്നെ മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ തെറ്റിപ്പോവും, ആൻസർ തെറ്റിപ്പോവും. കാരണം ഗുണിക്കേണ്ട ക്രിയയാണ് ഹരിക്കേണ്ടതിന് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിന്റെ സ്ഥാനം മാറി കഴിയുമ്പോൾ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൻസർ തെറ്റിപ്പോകും. അത് ശ്രദ്ധിക്കണം. അത് കുറച്ച് കണക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. ആ പോയിന്റ് വെച്ചിട്ടുള്ളത് കേട്ടാ, 100ന്റെ 10ന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഖ്യകളുടെ ഇതാക്കിയാൽ മതി. ഓക്കെ, എത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അടുത്തത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? എന്താ? കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയില്ലേ? ആർക്കും കിട്ടിയില്ല? ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല കേട്ടോ. ക്ലാസ് റൂമിൽ ഇല്ലല്ലോ ക്വസ്റ്റ്യൻസ്. ഇട്ടിട്ടുണ്ട്, ഉച്ചക്ക് ഇട്ടിട്ടുണ്ട്. കിട്ടി. കിട്ടിയിട്ടില്ല. പക്ഷെ ഇല്ല, ഞാൻ ഇപ്പം കൂടി നോക്കിയുള്ളൂ. ഇല്ല, അത് മിസ്സിന്റെ പേര് വെച്ചിട്ടല്ല ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്. ടീച്ചറിന്റെ പേരില്ല, മിസ്സിന്റെ പേരില്ല. അവര് ടോപ്പിക്കിന്റെ പേര് മാത്രമേ ഉള്ളൂ. അത് ക്ലാസ് റൂമിലും ഉണ്ട്, പിന്നെ മെയിലിലും ഇട്ടിട്ടുണ്ട്. നേരത്തെ പേര് വെച്ചിട്ടാണ് ഇടാറായിരുന്നേ? മിസ്സിന്റെ പേര് വെച്ചിട്ടിടാം. ശരി. അപ്പൊ ഒന്ന് നോക്കിയേ. ഓൾജബ്രയാണ് നമ്മൾ ഇന്ന് കൊടുത്തേക്കുന്ന ടോപ്പിക്. ഓൾജബ്ര. അങ്ങനെ ഒരു സാധനം വന്ന് കിടക്കണ്ടെന്ന് നോക്കി എല്ലാവരും വേഗം. ടോപ്പിക്കിന്റെ പേര് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതാണ് പെട്ടെന്ന് അറിയാത്തത്. ആണോ? അത് ടീച്ചറിന്റെ പേരും കൂടി ഇടേണ്ടി വരുമായിരിക്കും അല്ലെ? സാധാരണ ടീച്ചറുടെ പേരിട്ടിട്ടാണ് വരാറ്. അതെന്താണാവോ അങ്ങനെ പറ്റിയേ? എല്ലാരും അങ്ങനെ വരാറ്. എന്താണാവോ? ഇപ്പൊ ആരെങ്കിലും ആള് മാറിയായിരിക്കും ചിലപ്പോ ഇട്ടെ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരൂ. ഈ റൂട്ട് കാണുന്നതിൽ ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡും ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ? തന്നെ ചെയ്യണം. റൂട്ട് 2 രീതിയിൽ കാണാം നമുക്ക്. ഫാക്ടറൈസേഷൻ മെത്തേഡിലും കാണാം, എന്താ പറയാ, ഡിവിഷൻ ലോങ് ഡിവിഷൻ മെത്തേഡാണ് കേട്ടോ. ലോങ് ഡിവിഷൻ മെത്തേഡിലും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. ഇപ്പൊ 169, 169 അല്ലെങ്കിൽ 225 എന്നൊക്കെ പറയുന്ന സംഖ്യകൾ. ഇപ്പൊ നമുക്ക് ഈ 169 എന്ന് പറയുന്നതിന് ഫാക്ടറൈസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലെ. 121, 169 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ. ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാനില്ല. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഈ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. തോന്നിയ സംഖ്യ എന്ന് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സംഖ്യകൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എത്ര എണ്ണം ചെയ്ത് നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്ന് നോക്കാനായിട്ട് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് 2, 3, 5. അടുത്ത സംഖ്യ നിങ്ങൾ പറയട്ടെ. 7, 9, 11. അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നത്. അവിടെയാണ് 9 പ്രൈം നമ്പർ. 9 പ്രൈം നമ്പർ അല്ല, 11 അല്ല. 9 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല, അത് ഓഡ് നമ്പർ ആണ്, പക്ഷെ പ്രൈം നമ്പർ. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചാൽ എന്താണ് പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യ എന്താന്നാ മനസ്സിലാക്കിയേക്കണേ? ഡിവിഷൻ സാധ്യമല്ലാത്ത സംഖ്യകൾ. ഡിവിഷൻ സാധ്യമല്ലാത്തത് എന്നല്ല പറയാ. അതായത് ആ നമ്പർ കൊണ്ടുമല്ലാതെ വേറൊരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലിയർ ആയില്ല, എന്താ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഇറ്റ്സെൽഫ്, ആ സംഖ്യ കൊണ്ടും
1 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് വിളിക്കുക. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 1 and the number itself as a factor. അതായത് സംഖ്യയും അതോടൊപ്പം തന്നെ 1 മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുക. വേറെ ഒരു ഘടകവും അതിനുണ്ടാവില്ല. ഇപ്പൊ 169 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 169നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഇതിൽ നിന്നും എന്തെടുക്കണം, ഇതിന്റെ റൂട്ട് എടുക്കണം. 169ന്റെ റൂട്ടാണ് ഇവിടെ ചോദിച്ചത്. ഇപ്പൊ എന്നോട് 169 അല്ല ഏതെങ്കിലും സംഖ്യയുടെ റൂട്ട് കാണിക്കാനാ പറഞ്ഞത്. അത് ഞാനിപ്പോ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഈ 169നെ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഹരിക്കാമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. പക്ഷേ 169 is not divisible by 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 എടുത്ത് നോക്കാം. നമുക്ക് 3 എടുത്ത് നോക്കിയാലും നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5 പറ്റില്ല, 7 പറ്റില്ല. പിന്നെ അടുത്ത എന്ന് പറയുന്നത് 11 ആണ്. 11 എന്ന് പറയുന്ന സംഖ്യ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് വരുന്നത് നമ്മൾ നിർത്താൻ പോകുന്നത് 13ലാണ്. 13നെ 13 കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് 169 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടുക. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 13 കിട്ടി, വീണ്ടും 13ൽ ഒരു പ്രാവശ്യം. സോ 2 ഒരേപോലത്തെ സംഖ്യകൾ വന്നാൽ അതിൽ നിന്നും 1 എടുക്കുമ്പോൾ നമുക്കതിനെ റൂട്ട് എന്ന് വിളിക്കാം. ഏതിനെ? ഇപ്പൊ 169ന്റെ റൂട്ടാണ് ഞാനിപ്പോ ഇവിടെ ബോർഡിൽ ചെയ്തേക്കണേ 13 എന്ന് വെച്ചാൽ ഇത് പ്രൈം നമ്പർ ആയിട്ടുള്ള 13 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ചെറുത് വേറെ സംഖ്യയില്ല. മനസ്സിലായോ? അപ്പൊ ഞാനിവിടെ റൂട്ടും അതുപോലെ തന്നെ സ്ക്വയേഴ്സ് ഒക്കെ പറയുമ്പോൾ ഓൾറെഡി പറയാറുണ്ട്. നമ്മൾ എടുത്തെടുത്ത് ഇനിയും ആ ടോപ്പിക്കിലേക്ക് വരും. വീണ്ടും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഉള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് സംഖ്യകളുടെയൊക്കെ ഇല്ലേ, ഒരു 10-30 വരെയുള്ള സംഖ്യകളുടെയൊക്കെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും. സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂട്ട് എളുപ്പമായല്ലോ. അപ്പൊ അത് പഠിച്ചു വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇപ്പൊ 1ന്റെ സ്ക്വയർ 1 എന്ന് വെച്ചാൽ 1ന്റെ റൂട്ട് എത്രയെന്ന് വെച്ചാൽ 1 തന്നെ. 2ന്റെ സ്ക്വയർ 4, 4ന്റെ റൂട്ട് എത്രയെന്ന് വെച്ചാൽ 2. മനസ്സിലായി? അങ്ങനെ നമ്മൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. 30 വരെയുള്ളതൊന്നും ഓർത്തിരിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാ സംഖ്യകളും ഏകദേശം ഒരു 30 വരെയുള്ള സംഖ്യകളിൽ അടങ്ങുന്ന സ്ക്വയറോ റൂട്ടൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് പല കണക്കിലും അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെയാകുമ്പോ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതാണ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു 10 പ്രാവശ്യം വായിച്ചു നോക്കി കഴിഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് 121ന്റെ റൂട്ട് അതേപോലെ തന്നെ നോക്കാം. 121 അതേ സെയിം പ്രൊസീജിയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 പറ്റില്ല. ഇനി വന്നത് 11 ആണ്. 11 ടൈംസ് ആണ് 121ൽ പോകുക. അപ്പൊ 11 സൈഡിലും എഴുതുന്നു, 11 താഴ്ത്തും എഴുതുന്നു. വീണ്ടും 11 തന്നെയാണ് പോവുക ഒരു പ്രാവശ്യം. സോ നമുക്ക് 121ന്റെ റൂട്ട് കിട്ടി 11. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഇതിനെ മാത്രമല്ല ചെയ്യാൻ പറ്റുക, വേറെ ഇഷ്ടംപോലെ സംഖ്യ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ 625 എന്ന് പറയുന്ന സംഖ്യ നമുക്കൊന്ന് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇത് നമുക്കറിയാം 5 ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ വന്നിരിക്കുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 5ഓ 0 ഒക്കെ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി ഡിവിസിബിൾ ബൈ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈഡിൽ ഒരു 5 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 5 കൊണ്ട് ഈ തന്നിരിക്കുന്ന ഓരോ സംഖ്യയും നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 5 നമുക്ക് 6ല് മാത്രം നോക്കാം. 6 5ൽ ഒരു പ്രാവശ്യമാണ് പോവുക. ഒരു പ്രാവശ്യം പോയി. 1 5 is 5. അപ്പൊ നമ്മൾ ഈ 6ന്ന് 5 എടുത്ത് മാറ്റി. എന്ന് വെച്ചാൽ ഒരു 5 അതിൽ നിന്ന് കിട്ടി നോക്കുക. ബാക്കി 5 എടുത്ത് കഴിഞ്ഞപ്പോ 6ല് ഒരു 1 ബാക്കിയുണ്ട് ശിഷ്ടം. ആ ശിഷ്ടം നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യയായ 2ന്റെ കൂടെ ചേർത്ത് എഴുതി. ചേർത്ത് എഴുതാണ്, കൂട്ടി എഴുതല്ല ഞാൻ ചെയ്തത്, ചേർത്ത് എഴുതാണ് ചെയ്തത്. ദാറ്റ് മീൻസ് ആ 1ഉം ആ 2ഉം കൂടി ചേർത്ത് നമ്മൾ 12 എന്ന് വായിക്കും. എന്ത് വായിക്കും? 12 എന്ന് വായിക്കും. അല്ലെ 12 അല്ലേ? 6 എന്ന് വായിക്കുമോ നിങ്ങള്? ഇല്ല, 12 എന്ന് വായിക്കണം. 12 എന്ന് വായിച്ചിട്ട് വീണ്ടും നമ്മൾ 12ല് എത്ര പ്രാവശ്യം 5 പോകും നോക്കണം. 12ൽ എത്ര 5 ഉണ്ട്? 10 ആണ്. ഒരു 2 കൂടി ചേർത്ത് 12ല് 2 5കളാണുള്ളത്. അപ്പൊ 2 × 5 10 ആണ്. വീണ്ടും അവിടെ ഒരു ശിഷ്ടം വന്നു. 12ലെ 10 എടുത്തോളൂ നമ്മൾ, ബാക്കി ഒരു 2 വന്നു. ആ 2 നമ്മൾ വീണ്ടും തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യ 5ന്റെ കൂടെ ചേർത്ത് എഴുതി വായിക്കണം. 25 എന്ന് വായിക്കും. 25. 25ല് 5 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം തന്നെ. 5 പ്രാവശ്യം തന്നെ പോകും. അപ്പൊ നമുക്ക് അവിടെ താഴെ 125 കിട്ടി. വീണ്ടും നമുക്ക് കാണാം ഒറ്റയുടെ സ്ഥാനത്താക്കാം. യൂണിറ്റ് പ്ലേസിലെ സംഖ്യ 5 ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
5 1 വെച്ച് നോക്കാൻ പറ്റില്ല, കാരണം 5 എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് ലെസ് നമ്പർ ആണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് 1 എടുത്തല്ല നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മൾ തൊട്ടടുത്ത സംഖ്യയും കൂടി ആശ്രയിക്കേണ്ടി വരും. 12 എടുക്കുക. 12 എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പർ എടുക്കാം. അപ്പൊ 5 12 നമ്മൾ നേരത്തെ പറഞ്ഞു 2 പ്രാവശ്യമാണ് പോകുക. ബാക്കി ഒരു ശിഷ്ടമുണ്ട്, അത് നമ്മൾ ഇവിടെ 2 ഇവിടെ 5ന്റെ ഒപ്പം ചേർത്ത് എഴുതി. അപ്പൊ 25 എന്ന് വായിക്കും. 5 25 വീണ്ടും 5 പ്രാവശ്യം പോകും നമുക്കറിയാം. അപ്പൊ 5 കിട്ടി. അപ്പൊ 25 വീണ്ടും നമുക്കറിയാം 5 കൊണ്ട് തന്നെ പറ്റുള്ളൂ, കാരണം ഒറ്റയുടെ സ്ഥാനത്തക്കം വൺസ് പ്ലേസിലെ ഡിജിറ്റ് 5 ആയതുകൊണ്ട്. 5 25 എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ് തന്നെ. നമുക്കറിയാം വീണ്ടും 5നെ 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ 5 അവിടെയും എഴുതി ഇവിടെയും എഴുതി. 5 5s ആണ്. അപ്പൊ നമുക്കിനി ഇതിന്ന് 2 എണ്ണമുള്ള സംഖ്യകളിൽ നിന്ന് ഒരേപോലത്തെ 2 അക്കങ്ങൾ വരണം, 2 സംഖ്യകൾ വരണം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. എന്നിട്ട് വീണ്ടും അടുത്തത് വീണ്ടും നോക്കുക, ജോഡിയായിട്ട് പെയറായിട്ട് ഒരേപോലത്തെ സംഖ്യ കിട്ടണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരെണ്ണം എടുക്കുക. അപ്പൊ ഈ 2 5 ഞാൻ ഇവിടെ ഒരു 5 എടുത്തു, ഈ 2 5 ഞാൻ വീണ്ടും ഒരു 5 എടുത്തു. ഇത് മാത്രം ഗുണിച്ച് ചെയ്ത 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഗുണിച്ച് കിട്ടുന്നതാണ് റൂട്ട് എന്ന് പറയുന്നത്. സോ 625ന്റെ റൂട്ട് എത്ര കിട്ടി? 25 കിട്ടി. 625ന്റെ റൂട്ടാണ് 25 കിട്ടിയാണ്. നോക്കാം, ഇത് ഞാനിപ്പോ എഴുതിയത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ്. നമുക്ക് ഇതിനെ തന്നെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ല, പക്ഷെ എന്നാലും വേഗം ഒന്ന് നമുക്കിത് ചെയ്ത് നോക്കാം കേട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടില് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വേറെ സംഖ്യകൾ വെച്ച് ഈ പറഞ്ഞ 2 രീതിയും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടണ്ടോ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വീണ്ടും കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടെ ലോങ് ഡിവിഷൻ മെത്തേഡില് എന്താണെന്നറിയാമോ, ഈ ഡിവിഷൻ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ മെത്തേഡ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന മെത്തേഡ്. കാരണം ഈ ഡെസിമൽ നമ്പർ, അതായത് പോയിന്റ് ഉള്ള സംഖ്യകള്, പിന്നെ എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് ഇല്ലാത്ത സംഖ്യകള്, അതിനൊക്കെ ഈ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരിക. എന്ന് വെച്ചാൽ കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഒരു മെത്തേഡ് ആയിരിക്കും. മറ്റേത് ഫാക്ടറൈസേഷൻ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ പെട്ടെന്ന് നിന്നുപോയി, സ്റ്റക്കായി പോയി. പിന്നെ ഇനി ഫർദർ എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ കറക്റ്റ് റൂട്ട് കിട്ടിയില്ല, വെറുതെ അത്രയും സമയം സ്പെൻഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ആയിരിക്കും നല്ലത്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ തന്നിരിക്കുന്ന നമുക്ക് ഏത് സംഖ്യയുടെയാണ് റൂട്ട് ചെയ്യേണ്ടത്, ആ റൂട്ട് ചെയ്യേണ്ട സംഖ്യനെ നമ്മൾ വലത്തു നിന്നും ഇടത്തേക്ക് 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക, 2 അക്കങ്ങൾ വീതമുള്ള ഗ്രൂപ്പ് ആക്കുക. ദാറ്റ് മീൻസ് ഇവിടെ ഞാനിപ്പോ ഇവിടെ 25നെ ഒരു ഗ്രൂപ്പ് ആക്കി. അപ്പോ അടുത്തത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം 6 എന്ന് പറയാൻ ഒറ്റ അക്കം ഉള്ളൂ. അവിടെ ഇനി 2 അക്കം ആക്കണ്ട, നിങ്ങൾ അങ്ങനെ ആക്കി വന്നാൽ മതി എന്ന് പറഞ്ഞതാ. വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് നമ്മൾ 2 എണ്ണം വീതമുള്ള ജോഡികളാക്കാം. ചിലപ്പോൾ 5 അക്കം ഉള്ള സംഖ്യ ആകാം, 6 ഉള്ളതാകാം, 7 ഉള്ളതാകാം, 8 ഉള്ളതാകാം, പോയിന്റിന് ശേഷവും പോയിന്റിന് മുമ്പും അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എടുക്കേണ്ടത് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് 2 എണ്ണം വീതമുള്ള ജോഡികളാക്കുക. അപ്പൊ ജോഡി ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം ബാക്കിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്ക് അവിടെ നിന്നോട്ടെ. അപ്പൊ ഈ 6 ഒറ്റയും അതുപോലെ 25 എന്ന് പറയുന്ന 2 അക്കം ഉള്ളതുകൊണ്ട് അത് ഒരു ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ സംഖ്യയെ 6ലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 6 കിട്ടാൻ സാധ്യത ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ വേഗം പറയും 3 2 കൂടി ഗുണിച്ച് 6 കിട്ടുന്നത് അല്ലെ? 3 2 കൂടി ഗുണിച്ച് 6 കിട്ടുന്ന അറിയില്ലേ? പക്ഷെ 3 2 കൂടി ഗുണിച്ചിട്ട് 6 കിട്ടും, 1 6 കൂടി ഗുണിച്ചാലും 6 കിട്ടും പറയും. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ സൈഡില് ഏത് സംഖ്യയാണോ എടുക്കുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കാനേ പാടുള്ളൂ. ഇവിടെ 2 ഡിഫറെന്റ് നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് നമ്മൾ എടുക്കണേ എങ്ങനെയാ, 2 ഒരേപോലത്തെ ഉള്ള ഇന്ന് ഒരെണ്ണല്ലേ എടുക്കാം. ആലോചിച്ച് നോക്കേ, 2 ഒരുപോലെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോഴാണ് അത് റൂട്ട് ആകുക. അതുകൊണ്ട് തന്നെ സെയിം നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ നമ്പർ ഇറ്റ്സെൽഫ്. ആ നമ്പറുകൾ തമ്മിൽ ആയിരിക്കണം ഗുണിക്കണ്ടേ. അങ്ങനെ ഗുണിച്ചിട്ട് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 6നേക്കാൾ ചെറിയ സംഖ്യ കിട്ടുന്നത് വേണം നമ്മൾ അവിടെ കൊണ്ടുപോയി എഴുതാൻ. ദാറ്റ് മീൻസ് 1 × 1 1. അത് പോട്ടെ, കാരണം അതിനേക്കാൾ കുറച്ചുകൂടി വലിയ സംഖ്യയായ 6 ആണ് അവിടെ കിടക്കുന്നത്. 2 × 2 4. 4-ലെത്തിയിട്ടോ അവിടെ വെക്കട്ടെ. 3 × 3 9. ഞാൻ പറഞ്ഞു ഒരേ സംഖ്യ തന്നെ വേണം എടുക്കാൻ, അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന്. അപ്പൊ 3 × 3 9. 9 എന്ന് പറയുമ്പോൾ അത് 6നേക്കാളും ഗ്രേറ്റർ ദാൻ ആണ്. അതുകൊണ്ട് തന്നെ 9നെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ 2 ആണ് നമ്മൾക്ക് ഇപ്പൊ പറ്റിയത്. 2 × 2 4. അതായത് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 6നേക്കാൾ ചെറിയ സംഖ്യ. നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ ആദ്യത്തെ സംഖ്യയാണ് നമ്മളിപ്പോ എടുത്തത്. ആ സംഖ്യ കിട്ടണം, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സംഖ്യ മാത്രമേ കിട്ടാൻ പാടുള്ളൂ, അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ സോ 2 × 2 4 കിട്ടി. ആ 4 ഞാൻ 2 × 2 4 ഇവിടെ കൊണ്ടുവന്നങ്ങടെ എഴുതി, 6ന്റെ ചോട്ടിൽ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, വരച്ചു. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയ്ക്കൂലേ, മുകളിൽ നിന്ന് താഴത്തുള്ള സംഖ്യ കുറയ്ക്കൂലേ, കുറയ്ക്കുന്ന പോലെ തന്നെ എഴുതാം. 6ൽ നിന്ന് 4 കുറച്ച് ഞാൻ ഇവിടെ 2 എഴുതി.
6 4 കുറച്ച് 2 എഴുതി. അടുത്തത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒറ്റ സംഖ്യ അല്ല, 2 ഗ്രൂപ്പിലുള്ള സംഖ്യ മൊത്തം ഇങ്ങോട്ട് താഴെയിട്ട് ഇറക്കണം. എന്ന് വെച്ചാൽ 2 അക്കം വീതമുള്ള സംഖ്യകളായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരെണ്ണം മാത്രമായിട്ട് താഴോട്ട് ഇറക്കി ചെയ്താൽ മതി. അപ്പൊ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുമ്പോ എന്താ പറയാ, ശിഷ്ടം കണ്ടുപിടിച്ചിട്ട് മുകളിൽ നിന്ന് സംഖ്യ ഒരെണ്ണം കൂടി താഴേക്ക് ഇറക്കി എഴുതേണ്ടി വരും ചിലപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ പോകുമെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ഇറക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് ചെയ്ത 2 സംഖ്യ ഒരുമിച്ച് എഴുതണം. അതിന് മുമ്പ് മുകളില് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇട്ടുകൊടുത്ത സംഖ്യയില്ലേ മുകളിൽ 2 × 2 ആണല്ലോ നമ്മൾ ചെയ്തേ, ആ 2 കൂട്ടിയിട്ട് താഴേക്ക് എടുത്ത് എഴുതണം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 എന്ന് പറയുന്നത് വലുതും ഉള്ളിൽ കിടക്കുന്ന 2 ചെറുതുമാണ്. അപ്പൊ നമുക്ക് പോകില്ല എന്നറിയാം. 4 എന്ന് പറയുന്നത് വലുതാണ്. 4 എത്ര പ്രാവശ്യം 2 പോകുമെന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 4 2 പോകില്ല, 2 4 പോകുമായിരിക്കും, പക്ഷെ 4 എന്ന് പറയുന്ന സംഖ്യ 2 പോകില്ല. ഇതിൽ നമുക്ക് 4 എടുക്കാനില്ല, ഓൺലി 2 ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് മുകളിലുള്ള സംഖ്യ നമ്മൾ ഇറക്കി എഴുതും. സംഖ്യ ഇറക്കി എഴുതുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള 25 തന്നെ ഇറക്കി എഴുതണം. ഇനി നമുക്ക് നോക്കാം 4 225 എത്ര പ്രാവശ്യം പോകുന്നു നോക്കാം. പക്ഷെ 4 അല്ല പോണത് നോക്കണ്ടേ. നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ സംഖ്യ ഇട്ട് കൊടുക്കണം. എവിടെ ഇട്ട് കൊടുക്കണം? നമ്മൾ എപ്പോഴും ആ ഒരു വര വരച്ചിട്ടില്ലേ, ആ ഒരു വര താഴേക്ക് ആ +2 ചെയ്തിട്ട് താഴെ 4 എഴുതിയില്ലേ, അതിന്റെ ഇപ്പുറത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഒരു പുതിയ സംഖ്യ നമുക്ക് ഇട്ട് കൊടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ അതേ സംഖ്യ തന്നെ വെച്ച് ഗുണിക്കണം. എന്ന് വെച്ചാൽ 4ന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സംഖ്യ ഗുണിക്കട്ടെ. അപ്പൊ 4ന്റെ ഇപ്പുറത്ത് ഞാൻ 3 ഇട്ട് കൊടുത്തു, അതേ 3 കൊണ്ട് ഗുണിച്ചു. 4ന്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെ വെച്ച് ഗുണിക്കണം. അപ്പൊ 3 ഇട്ട് കൊടുത്ത 3 കൊണ്ട് തന്നെ ഗുണിച്ചാൽ 3 × 3 9, 4 × 3 12, 129 ആയിട്ടുള്ളൂ. നമ്മുടെ നമ്പർ കുറച്ചുകൂടി വലുതാണ്, 225 ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു സംഖ്യ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ അറ്റത്ത് 5 വന്നേക്കണ സ്ഥിതിക്കും 5 തന്നെ ഇട്ട് ഒന്ന് കൊടുത്തു നോക്കിയാൽ നമുക്ക് അറിയാലോ, ഗുണിക്കുമ്പോ ഒക്കെ ഏകദേശം അറ്റത്ത് വന്നേക്കണ സംഖ്യ നോക്കി വെച്ച് ഗുണിക്കുന്നത് നല്ലതാ. കാരണം അറ്റത്ത് 5 ആണ് പറഞ്ഞത്. 5 പറഞ്ഞെങ്കിൽ 5 തന്നെയുള്ള സംഖ്യ വെച്ചാൽ ഗുണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, 4ന്റെ തൊട്ടിപ്പുറത്ത് 5 എന്ന് പറയുന്ന സംഖ്യ ഇട്ട് കൊടുത്തു, അതേ 5 കൊണ്ട് തന്നെ ഗുണിച്ചു. 5 ഇട്ട് കൊടുത്തിട്ട് വേറെ സംഖ്യ ഗുണിക്കാൻ പോകരുത്. 5 ആണ് ഞാൻ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് 5 തന്നെ ഗുണിച്ചു. നേരത്തെ അതുപോലെ തന്നെയല്ലേ ചെയ്തേ, 2 ആണ് ഇട്ട് കൊടുത്തത്, 2 കൊണ്ട് തന്നെ ഗുണിച്ചു. 2 × 2 4, 6ന്റെ അടിയിൽ കൊണ്ടെന്ന് എഴുതിയത് പോലെ തന്നെ ഞാനിപ്പോ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ 5 ആണ്. 5 കൊണ്ട് തന്നെ ഗുണിക്കാം. 5 × 5 25 അല്ലേ? അല്ലേ? ആ, 5 × 5 25. 25ന് ബാലൻസ് 2 ഉണ്ട്, അത് അവിടെ കിടക്കട്ടെ. 4 × 5 20 ആണ്. 20ന്റെ കൂടെ നേരത്തെ കിട്ടിയ ശിഷ്ടം കൂടി കൂട്ടി 2 കൂടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ എത്രയായി? 22. ഞാനിപ്പോ അവിടെ എഴുതാൻ കേട്ടോ, കാരണം എന്റെ ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് പോകും പെട്ടെന്ന്. അപ്പൊ 225 കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഞാൻ ഏത് സംഖ്യ ഇട്ട് കൊടുത്തത്? 5 ഇട്ട് കൊടുത്തു, 5 കൊണ്ട് തന്നെ ഗുണിച്ചു. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് 225 അവിടെ കിട്ടി. അപ്പൊ ഇനി ഫർദർ ഡിവിസിബിൾ ഇനി ഇല്ല, കാരണം എല്ലാം റിമൈൻഡർ ഒന്നുമില്ല, ശിഷ്ടമൊന്നുമില്ല. നേരത്തെ എഴുതിയ പോലെ തന്നെ 625ന്റെ റൂട്ട് നമുക്ക് 25 ഈ രീതിയിലും ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് 2 വീതമുള്ള സംഖ്യകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഖ്യ ഈ സൈഡിൽ ഇടുന്നതും മുകളിൽ ഇടുന്നതും സെയിം നമ്പർ തന്നെ ആയിരിക്കണം. അതായത് ഓരോ സ്റ്റെപ്പ് താഴേക്ക് പോകുമ്പോഴും ഒരു പുതിയ സംഖ്യ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം ഇപ്പുറത്ത് കിടക്കുന്ന നമുക്ക് ആ ഒരു ആൻസർ കിട്ടാൻ തക്ക രീതിയിൽ നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പൊ ഇട്ട് കൊടുക്കുന്ന സംഖ്യ അങ്ങോട്ട് മാറരുത്. നേരത്തെ നമ്മൾ പറഞ്ഞു 3 × 2 6 കിട്ടുമായിരുന്നു. അപ്പൊ 3 സൈഡിലും മുകളിൽ 2 ഇട്ടാ പോരായിരുന്നോ? ഇല്ല, നമുക്ക് കിട്ടില്ല, തെറ്റായിരിക്കും ആൻസർ. റൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരേ സംഖ്യ തന്നെയായിരിക്കണം അടിയിൽ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് 2 രീതിയിലും ഒന്ന് കുറച്ച് സംഖ്യകൾ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചോദിച്ച ആരാണോ സംശയം ചോദിച്ചത് അല്ലെങ്കിൽ ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ച ആളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഡിവിഷൻ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഓൾജബ്ര എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഓൾജബ്രനെ കുറിച്ച് എന്തറിയാം? ഓൾജബ്ര ബീജഗണിതം എന്ന് പറയും അല്ലെ? എന്തറിയാം ഓൾജബ്രനെ കുറിച്ചിട്ട്? ആൽഫബറ്റ്സും ന്യൂമറൽസും ഒരുമിച്ച് വരുന്ന, അതെ, നമ്മുടെ വേരിയബിൾസ്, ആൽഫബറ്റ്സ് ആയിട്ടുള്ള വേരിയബിൾസ് ഉപയോഗിച്ച് വേരിയബിൾസും നമ്പേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ സെന്റൻസുകൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഓൾജബ്ര എന്ന് പറയുന്നത് അല്ലെ? അതായത് എന്താ പറയുക, ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് കൂടിയാണ്, ഒരു ശാഖയാണ്. നമുക്ക് അറിയില്ലാത്ത കുറെ കാര്യങ്ങളെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആൽഫബറ്റ്സ് ഉപയോഗിക്കാം, സിമ്പിൾസ് ഉപയോഗിക്കാം, സയൻസ് ഉപയോഗിക്കാം. സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല,
ഈ ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മോസ്റ്റ് പ്രോബബിളി ഇപ്പൊ നമ്മൾ ഇങ്ങനെ വേരിയബിൾസ് ആണ് ഉപയോഗിക്കുക. പണ്ടൊക്കെ എന്തെങ്കിലും ചിഹ്നമൊക്കെ കൊടുക്കും, ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് പ്ലസ് ഇട്ട് അതിന്റെ 2 സ്റ്റാറും ഈ +2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്താണ് എന്നൊക്കെ ചോദിച്ചൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പൊ അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അതിന് പകരം നമുക്ക് എന്താ പറയാ ആൽഫബറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ട് ആ ആൽഫബറ്റ്സിന്റെ സൊല്യൂഷനിലേക്ക് അതിന്റെ കണ്ടുപിടിക്കാനുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ് രൂപീകരിക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് ആണ് ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൾജിബ്ര എന്താണ്, ഇവിടെ ആൾജിബ്രയില് അഡീഷൻസ്, സബ്ട്രാക്ഷൻസ്, ഡിവിഷൻസും അങ്ങനെ ആൾജിബ്ര ഫോം ചെയ്യുന്നത്, എങ്ങനെ നമുക്കൊരു ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അതായത് കുറച്ച് ഇൻട്രൊഡക്ഷനും അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് എന്ന് കൊണ്ടുവന്നേക്കണേ. അതിന് നിങ്ങളുടെ തന്നിരിക്കുന്ന കുറച്ച് ഒരു കുഞ്ഞു നോട്ട് തന്നിട്ടുണ്ടാവും അല്ലെ, ഇൻട്രൊഡക്ഷൻ ഒരു നോട്ട് പോലെ തന്നിട്ടല്ലേ ക്വസ്റ്റ്യൻസ് തന്നേക്കണേ, ആണാ? നിങ്ങൾ കിട്ടാത്ത ആളുകൾ ഒന്നുകൂടി പോയിട്ട് ക്ലാസ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് ആ നോട്ട് എടുക്കാട്ടോ, കാരണം നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് മിസ്സിന്റെ പേര് തന്നിട്ടില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാഞ്ഞത്. മാം, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ കയറുന്നത്. ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഏതിലാ വരുന്നത്? വേഗം പറഞ്ഞു കൊടുക്ക്. ക്ലാസ് റൂമിൽ ഉണ്ടാവും കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിലോ? ഹലോ, പ്ലേ സ്റ്റോറിൽ കയറി ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാം. ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതില് ക്ലാസ് റൂമിലുണ്ടാവും. ഞാനിപ്പോ അതിൽ നോക്കിയപ്പോ അതിൽ ഉണ്ടായിരുന്നില്ല, അതാ ചോദിച്ചത്. അതിൽ ഓരോ സബ്ജക്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ മാത്സ്, ബയോളജി, അങ്ങനെ ഓരോ സബ്ജക്റ്റ്. അപ്പൊ ഏറ്റവും അടിയിലാണ് മാത്സ് കിടക്കുന്നത്. അതിൽ ഇന്നത്തെ നോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ മെയിലും വരും നമുക്ക് ഓരോ ടൈമിലും ഓരോ നോട്ട്സ് ഇടുന്നതും ക്ലാസ് വീഡിയോസ്, PDF എല്ലാം, ഓഡിയോ എല്ലാം മെയിലിലേക്കും വരും. പിന്നെ ക്ലാസ് റൂമിൽ ഇതുപോലെ സ്പെസിഫൈ സബ്ജക്റ്റിന്റെ താഴെ ഇപ്പൊ മാത്സിന്റെ ആണെങ്കിൽ മാത്സിന്റെ മാത്രം, ബയോളജിയുടെ മാത്രം. അത് 3 ഇതായിട്ടാണ്, ഡിവിഷൻ ആയിട്ടാണ്. സ്ട്രീം ഉണ്ടാവും, ക്ലാസ് വർക്ക് ഉണ്ടാവും, പീപ്പിൾ ഉണ്ടാവും. സ്ട്രീമിൽ ഫുൾ നോട്ട്സ് ഉണ്ടാവും. ക്ലാസ് വർക്കിൽ ഇങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും, ഈസി ആയിട്ട് എടുക്കാം. ഏതിന്റെ വേണ്ടത്, ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ അതുണ്ടാവും, അങ്ങനെ എടുക്കാം. സ്ട്രീമിൽ നമ്മൾ പീപ്പിളിൽ നമ്മൾ ആരൊക്കെയാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവര്, ആ ഫുൾ ഡീറ്റെയിൽസ് പീപ്പിളിൽ ഉണ്ടാവും. മാം ഒന്ന് ക്ലാസ് എടുക്കാൻ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം മാം, ടൈം പോണ്. ഓക്കെ, അപ്പൊ അത് അനുസരിച്ച് നിങ്ങൾ നോക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പൊ ആദ്യമായിട്ട് കയറിയ ഒരാളല്ലേ, അപ്പൊ ആൾക്ക് ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം കൊടുത്തത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ ഒരു മാത്തമാറ്റിക്കൽ ഒരു ശാഖയാണ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള കുറെ എങ്ങനെയാണ് നമ്മൾ ആൾജിബ്ര അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾജിബ്രയുടെ ഒരു ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുമ്പോൾ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ ഈ ലാംഗ്വേജിൽ നമുക്ക് മാത്തമാറ്റിക്കൽ സെന്റൻസുകളൊക്കെ ആയിട്ട് രൂപപ്പെടുത്താനൊക്കെ പറ്റും അല്ലെ. എന്താ പറയാ, 10ന്റെ കൂടെ ഒരു സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിക്കഴിഞ്ഞപ്പോ ഇത്രയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും, ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ സെന്റൻസുകളാണ് നമുക്ക് ഈ ആൾജിബ്ര എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഇൻട്രൊഡക്ഷൻ നോട്ട്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ എക്സാമ്പിൾ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 3+ ഇട്ടിട്ട് ഒരു റെക്ടാംഗിൾ, ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ. 3+ ഒരു റെക്ടാംഗിൾ ഷേപ്പ് gives 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ റെക്ടാംഗിളിന്റെ വില എത്രയാണ് എന്നാണ് അല്ലെ. നമ്മൾ അങ്ങനത്തെ ഒക്കെ കണ്ടുപിടിക്കാറുണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കും ആ റെക്ടാംഗിളിന്റെ വില? 2 ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടി? 3ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 5 കിട്ടുക എന്ന് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. 3ന്റെ അപ്പം ആ റെക്ടാംഗിളിന്റെ വില 2 ആയാൽ മാത്രമേ അത് 5ന് ഈക്വൽ ആകുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ ആ ഇത്തരം ഷേപ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ അല്ലെങ്കിൽ സയൻസോ ഒക്കെ നമുക്ക് കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന്റെയൊക്കെ വിലകൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വേരിയബിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ആ സിമ്പിൾസും അതൊക്കെ പകരം നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ വേരിയബിൾസ് കൊടുക്കുക. വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ എന്ന് പറയും. X, Y, A, B. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഉപയോഗിക്കുന്നത് X, Y ഒക്കെയാണ്, അല്ലെങ്കിൽ Aയും B ഒക്കെയാണ്. ചില ഇൻ കേസ് നമ്പറിനെയൊക്കെ സൂചിപ്പിക്കാൻ N എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. പല ഇക്വേഷൻസ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ നമ്മൾ N ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട്
ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ, ഈ എന്താ പറയാ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ നോക്കുമ്പോ. അപ്പൊ ഇതൊക്കെയാണ്. ഇനി എന്താ പറയാ അതിനകത്ത് ആ ഒരു നോട്ടൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ. ഇനി അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ബീജഗണിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ് പ്ലസ് എക്സ് എന്താണ് അത്? 2x ആയി. എക്സും ചേർന്നാൽ എക്സ് സ്ക്വയർ ആണോ? എക്സും അതാണ്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാർ എക്സ് പ്ലസ് എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയും, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x എന്ന് പറയും. അങ്ങനെയൊക്കെ മാറ്റങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും വരുത്താറുണ്ട്. അത് തെറ്റിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ എന്ന് പറയുന്നത് ആ സംഖ്യ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയില്ലേ 3+3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3+3 എത്രയാ? 6. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 പ്രാവശ്യം 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. 2 × 3 എന്നാണ് അല്ലെ. 2 × 3 തുല്യമാണ് 3+3. അതാണ് നമുക്ക് 6 എന്ന് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 × x ആണ്. എക്സിനെ 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം 2x. അപ്പൊ അത് മാറിപ്പോകരുത് കേട്ടോ. അടുത്തതും നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടല്ലോ. y പ്ലസ് കുറച്ച് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ബേസിക് അറിയാൻ വേണ്ടിയിട്ടാണ്. y പ്ലസ് y 4 പ്രാവശ്യം ഞാൻ പ്ലസ് ഇട്ട് y എഴുതിയിട്ടുണ്ട്. ആൻസർ എന്താ വരിക? 4y അല്ലെ. ഇനി അടുത്തത് എന്താ? 5x + 7x. 5x ഉം 7x ഉം ഒരെണ്ണം 5x ഉണ്ട്, പിന്നെ ഒരു 7x ഉണ്ട്. 12x ആണ്. ഒരേപോലത്തെ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേറെ പ്രശ്നമൊന്നുമില്ല. ഒരേ വേരിയബിൾ ഇപ്പൊ 5a + 2a രണ്ടും കൂടി കൂട്ടി 5a + 2 7a എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം നമുക്ക് വേറെ ഒരെണ്ണം ഞാൻ പറഞ്ഞാലോ അങ്ങനെയാണെങ്കിൽ 5x - 2y. ഇതിന്റെ ഉത്തരം എന്താ? 5x - 2y എന്ത് ഉത്തരം വരും? എന്തെങ്കിലും വേറെ 5x - 2y ഇല്ല, ഇത് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. 5x - 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x അത് വേറെ ഒരു വേരിയബിളോടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2y എന്ന് പറയുമ്പോൾ y എന്ന് പറയുന്ന വേരിയബിളിനോട് 2 മൾട്ടിപ്ലൈ ചെയ്താണ്. ഇത് രണ്ടും 2 വേരിയബിൾസ് ആയതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ ഉള്ള വേരിയബിൾസ് ആണെങ്കിൽ മാത്രമേ അഡീഷനും സബ്ട്രാക്ഷനും സാധ്യമാവുകയുള്ളൂ കേട്ടോ. കൂട്ടാനും കുറയ്ക്കാനും വരുമ്പോൾ മാത്രമാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. 2 വ്യത്യസ്ത ചരങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ നമ്മൾ ചെയ്യില്ല. അടുത്തത് വീണ്ടും തന്നിട്ടുണ്ട് 8x ഉണ്ട് അല്ലെ. 8x - 3x കിട്ടിയല്ലോ ഉത്തരം. 8x - 3x എന്താണത്? 5x. 8 ന്ന് 3 കുറച്ചാൽ മതി. x അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി, കാരണം രണ്ടും x തന്നെയുള്ള വേരിയബിൾ ആണ്. അടുത്തത് നമ്മൾ വീണ്ടും എഴുതിയിട്ടുണ്ട് 10x + 2x - 3x. അതെന്താ കിട്ടിയത്? 9x ആണ്. ആദ്യം നമ്മൾ അവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മൾ അറിയാം. ബോത്ത്മാസ് പ്രിൻസിപ്പിൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാനുള്ള കൂട്ടേണ്ട ചിഹ്നങ്ങളുള്ള സംഖ്യകളോ വേരിയബിൾസോ തമ്മിൽ കൂട്ടാം. 10ഉം 2ഉം കൂട്ടാനുള്ളത് അതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പൊ 10ഉം 2ഉം 12. 12x ന്ന് ഒരു 3x മൈനസ് ആണ് ചെയ്യേണ്ടത്. 12 ന്ന് 3 പോയാൽ 9 ആണ്. അപ്പൊ 9x ആണ്. ഓക്കെ. അടുത്തത് എന്താണ് തന്നേക്കണേ? x × x എന്നാ തന്നേക്കണേ. x × x അതെന്താ? അതും 2x ആണോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മറ്റേത് റിപ്പീറ്റഡ് അഡീഷൻ ആണെങ്കിൽ ഇത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സംഖ്യനെ തന്നെ ഗുണിക്കുന്നതിന് പകരം നമുക്ക് അതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിനെ നമുക്ക് തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫോമിലും എഴുതാൻ പറ്റും. അതാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. അടുത്തത് y × y എന്ത് കിട്ടി? കാണാൻ വേണ്ടിയിട്ടാണ് എഴുതിയേക്കണേ. അടുത്തത് 2x × 3x എന്ത് വന്നു? അപ്പൊ 2ഉം 5ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6 ആണ്. 6 എഴുതി. ഇനി x × x ആണ്. x × x ആണ് അവിടെ. അപ്പൊ എന്ത് വരും? x². 6x² എന്നാണ് കേട്ടാ. അത് മാറിപ്പോകരുത്. അതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത കണക്കുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആകും. ഓക്കെ. അടുത്തത് കുറച്ചും കൂടി വേറെ രീതിയിലാണ്. 7x + 2y - 5x - 3y. ആണോ? അതെ, 3y. ഇതിന്റെ ആൻസർ എന്താ? 2x - y -
വൈ 2x മൈനസ് വൈ. കാരണം ഇവിടെ എക്സിന്റെ വേരിയബിൾ രണ്ടെണ്ണം ഉണ്ട്, വൈന്റെ വേരിയബിളും രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സും എക്സും തമ്മിൽ ഉള്ള വേരിയബിൾസ് തമ്മിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരേപോലത്തെ വേരിയബിൾസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 7x അതിന്റെ കൂടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളതിന് ഏതാ? 5x ആണ്. പക്ഷെ 5xന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ -5x തന്നെ എഴുതണം. ഓക്കെ. അതുപോലെ തന്നെ പ്ലസ് 2y കൂടെ ചേർത്ത് നമുക്ക് ഏതിൽ എഴുതാം? -3y. കാരണം അത് രണ്ടും ഒരേപോലത്തെ വേരിയബിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കുറയ്ക്കാലോ. 7x ന്ന് 5x പോയാൽ ബാക്കി എത്രയുണ്ട്? 2x എഴുതി. അടുത്തത് എഴുതുന്നതിന് മുമ്പ് ഒന്നുകൂടി ക്രിയ ഒന്ന് ചെയ്ത് നോക്കിയാൽ 2y -3y ആണ്. 2y -1y ചെറുത് കുറയ്ക്കണം, അല്ലെ? -y. അപ്പൊ 2x -y ആണ്. വലുതിന് ചെറുത് കുറയ്ക്കണം കേട്ടാ. 2 ആണ്. 2ന്ന് 3 കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ മുമ്പിൽ കിടക്കുന്ന സൈൻ ആണ് ഇടേണ്ടത്. അപ്പൊ 3ന്ന് 2 കുറച്ചാൽ 1. സാധാരണ നമ്മൾ അങ്ങനെ 1 എന്ന് പറയുന്ന സംഖ്യ കൃത്യംഗത്തിൽ വന്നാലോ, കോയിഫിഷ്യന്റ് ഗുണോത്തരത്തിൽ വന്നാലോ, ഡിവിഷൻ കോമൺ ആയിട്ടുള്ള എന്താ പറയാ ഡിനോമിനേറ്റർ ആയിട്ട് വന്നാലോ ഒന്നും നമ്മളത് എഴുതാറില്ല. അതൊക്കെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ 1 ഉണ്ട്, പക്ഷെ നമ്മളത് എഴുതാറില്ല. എഴുതേണ്ടി വരുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് തന്നേക്കണ നോട്ട്. അപ്പൊ ഒരേപോലെയുള്ള എന്താ പറയാ ചരങ്ങള് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരങ്ങളാണ് വരുന്നതെങ്കിൽ അവയ്ക്കിടയിൽ കൂട്ടലും കുറയ്ക്കലൊന്നും നടക്കില്ല. ഒരേപോലത്തെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ളത് അങ്ങനെ തന്നെ എടുത്തെഴുതാം. പക്ഷെ ഇത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും വരുമ്പോ ഒക്കെ അത് മാറും. അതനുസരിച്ച് നമുക്ക് അപ്പൊ പറയാം. ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് നോട്ടായിട്ട് തന്നെ. ഇനി നമുക്ക് അതിനകത്ത് തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അല്ലെ? ഒരു റെക്ടാങ്കിൾ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. -20. ഇതിൽ നിന്ന് 20 കുറച്ചാൽ റെക്ടാങ്കിളിന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിച്ചത്. റെക്ടാങ്കിൾ -20 = 80. ഏതോ സംഖ്യയിന്ന് സംഖ്യക്ക് പകരം റെക്ടാങ്കിൾ ആണ് അവിടെ റെപ്രസെന്റ്. ഇതിന്ന് 20 കുറച്ച് എത്രയാണ്? 100 ആണ്. നമുക്ക് അല്ലാതെ തന്നെ അറിയാം അല്ലെ? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം 100ന്നാണ് 20 കുറച്ചാൽ അത് 80 ആകുക. ഇനി നമ്മളത് എങ്ങനെ ഒരു മാത്തമാറ്റിക്കലി അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും? ഈ റെക്ടാങ്കിളുടെ വിലയാണ് നമുക്ക് കണ്ടത്. അതങ്ങനെ തന്നെ ഇറക്കി 80ന്റെ അടുത്തേക്ക് ഈ -20ന് ഈക്വൽ സൈൻ ഇപ്പുറത്തോട്ട് അങ്ങോട്ട് ചാടിക്കും. അപ്പൊ -20 becomes +20 അല്ലെ? -20 എന്നുള്ളത് +20 ആയി മാറും. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ വില 80 + 20 100 കിട്ടി. ഓക്കെ, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? X plus Y plus algebra is based on dash. Algebra is based on dash. എന്താണ് ബീജഗണിതം? എന്തിലാണ്? ഡാഷിൽ വേരിയബിൾസ് അല്ലെ? വേരിയബിൾസ് ആണ്. ഓൾജിബ്ര വെച്ച് എഴുതുമ്പോ നമുക്ക് വേരിയബിൾ തന്നെയാണ് പറയേണ്ടത്. മറ്റേത് ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ തന്നെ അത് ഓൾജിബ്ര പറയാൻ പറ്റില്ല. X Y വേരിയബിൾസ് വരുമ്പോഴാണ് അത് ഓൾജിബ്ര ആകുക. അടുത്തത് അതന്നെ. എന്താണ് അതിന്റെ ആൻസർ എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കണേ. y plus 2y is equal to 2y സ്ക്വയർ എന്നുണ്ട്, 4y എന്നുണ്ട്, y ക്യൂബ് എന്നുണ്ട്, 4y സ്ക്വയർ എന്നുണ്ട്. ഏതാ ശരി? 4y അല്ലെ? ഇവിടെയൊക്കെ ഈ 1y എന്നുണ്ട്. പക്ഷെ നമ്മൾ അത് എഴുതാറില്ല ഒരിക്കലും. ഒരു പ്രാവശ്യമാണ് ഒരു വേരിയബിൾ വന്നേക്കണെങ്കിൽ അതിന്റെ മുമ്പിൽ കോഎഫിഷ്യന്റ് ഇതില്ല. അതേസമയം 2 എണ്ണം ഉണ്ടെങ്കിൽ 2y, 3y ആണെങ്കിൽ 3y അങ്ങനെ എടുത്ത് പറയണം. പക്ഷെ 1 എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു കോമൺ നമ്പർ ആണത്. എന്ത് കാര്യത്തിനും നമുക്ക് അവിടെ ഇട്ടില്ലെങ്കിൽ അവിടെ ഒരു 1 ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടാ. അപ്പൊ 1y + 1y 2y ആണ്. വീണ്ടും ഒരു 2y കൂടി ചേരുമ്പോ 4y ആണ് മൂന്നാമത്തെ ആൻസർ. ഓക്കെ, നാലാമത്തേതോ 10x പ്ലസ് ഒരു റെക്ടാങ്കിൾ ആണ് വീണ്ടും തന്നേനെ. 10x പ്ലസ് ഒരു റെക്ടാങ്കിൾ ഈക്വൽ ടു 15x എന്ന്. ആ റെക്ടാങ്കിളിന്റെ വില എത്രയാന്നാ ചോദിച്ചേക്കുന്നത്. 5x കിട്ടി എല്ലാവർക്കും? അപ്പൊ റെക്ടാങ്കിൾ അവിടെ നിർത്താൻ നമുക്ക്. അതിനവിടെ നിർത്തിയിട്ട് 15xന്റെ അടുത്തേക്ക് അത് തെളിയിക്കാൻ വേണ്ടി +10x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ -10x ആകും.
അപ്പൊ 15ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 5 അല്ലെ? എക്സ് എഴുതണം. എക്സ് എഴുതാതിരിക്കരുത്. ഓപ്ഷൻസില് 10x 20x 5x എന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എക്സിന്ന് എക്സ് കുറച്ചു, എക്സും പോയി, ബാക്കി 5 മാത്രമേ ഉത്തരവുള്ളൂ. തെറ്റാണ്. അത് 5x എന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 5ാമത്തെ ക്വസ്റ്റ്യൻ. 2a പ്ലസ് അതല്ലേ ക്വസ്റ്റ്യൻ? 2a പ്ലസ് 3b പ്ലസ് 5a പ്ലസ് a മൈനസ് ബി. നീണ്ട ഒരു സാധനമാണ്. ഇതിന്റെ ഉത്തരം എത്രേ? 6a. എത്ര എകൾ ഉണ്ടെന്ന് നോക്കുക. അത് കൂട്ടാനോ കുറയ്ക്കാനോ ആണോ നോക്കുക. അത് സോൾവ് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് ബിയിലേക്ക് നോക്കുക. നമ്മളെപ്പോഴും ഓൾജിബ്ര എഴുതുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ വേണം കേട്ടോ ഓൾജിബ്രനെ റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പൊ വേരിയബിൾസ് തന്നെ, ആൽഫബറ്റ്സ് തന്നെ നമ്മൾ A-B-C ആ ഒരു ഓർഡറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എക്കാണ് പ്രിഫറൻസ്. അപ്പൊ എ ആദ്യം എഴുതണം. ബി വെച്ച് അപ്പൊ 2a അല്ല 9 ആ 9 ആ 8a പ്ലസ് 2b അല്ലേ മിസ്സേ? 2 ഇല്ലല്ലോ ഇവിടെ. ആ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോ 5 2 7 1 8a ഉണ്ടായിരുന്നു. 8a നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് 8a കൂടെ ബാക്കി 3b കൂട്ടാൻ പറ്റുമോ? ഇല്ല. അത് b വേറെ കൂട്ടണം. ബിയുടേത് വേറെയാണ്. 3b മൈനസ് ബി ആണ്. 3bയിൽ നിന്ന് ഒരു b കളയണം. അപ്പൊ എത്ര കിട്ടി? 2b. 8a പ്ലസ് 2b എന്നാണ് ആൻസർ. 8a പ്ലസ് 2b എന്ന് ചേർത്തിട്ട് 10ab എന്ന് ആരെങ്കിലും എഴുതിയോ? ഇവിടെ ഓപ്ഷനിൽ 10ab ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. വേണോ? ഈ ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ലല്ലോ. 8a പ്ലസ് 2b എന്നുണ്ടല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ 6 അല്ല അത് 6a 2b എന്നാണ്. അല്ല 6 അല്ല 8 ആണ്. എന്റെ ബുക്കിൽ 8 ആണ്. ഓപ്ഷനിൽ ഈ ആൻസർ ഇല്ല. ആദ്യത്തെ ആൻസർ അത് തന്നെയാണ് ഓപ്ഷൻ 8a. അത് ചിലപ്പോ അവര് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും. ഞാൻ കൊടുത്ത ആൻസറിൽ 8a പ്ലസ് 2b. അതൊന്ന് 8 ആക്കിയേക്ക്. ഓക്കെ. അടുത്തത് y ഇൻറ്റു y. അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ചെയ്യണ്ട, സ്ക്രീനിൽ ചെയ്യണ്ടല്ലോ. y ഇൻറ്റു y ഇൻറ്റു y 4 പ്രാവശ്യം. 4y എന്നല്ല, 4y എന്നല്ലല്ലോ. ആണോ? y raised to 4 ആണ് ആൻസർ. y raised to 4 4ാമത്തെ ഓപ്ഷൻ ആണ് കേട്ടത്. കറക്റ്റ് ആണ്. y raised to 4. അടുത്തത് 12x മൈനസ് 6y പ്ലസ് 3y. അടുത്തത് 7ാമത്തെ 12x മൈനസ് 6y പ്ലസ് 3y. മൈനസ് 3y. 12x കൂടെ ചേർക്കാൻ വേറെ ആർക്കും കൂട്ടുകാരൊന്നുമില്ല 12x. അതുകൊണ്ട് 12x അങ്ങനെ തന്നെ ഇതാ. 6y-യും 3y-യും വേണമെങ്കിൽ നമുക്കൊന്ന് അതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 6y-യുടെ ചിഹ്നം നെഗറ്റീവ് ആണ്, 3y-യുടെ ചിഹ്നം പോസിറ്റീവ് ആണ്. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. 6-ന്ന് 3 കുറച്ചാൽ മൈനസ് 3y. 3y നെഗറ്റീവ് ആണ്. അതുകൊണ്ട് 12x മൈനസ് 3y. കിട്ടിയോ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ. അടുത്തത് 4x പ്ലസ്, നമ്മൾ ഓൾജിബ്രയിലേക്ക് ശരിക്കും വരണേ. 4x പ്ലസ് 8 സമം 80. Then what is the value of x? x എത്രയാന്നാ ചോദ്യം. 18 22 72 88. 18 എല്ലാവർക്കും തന്നെയാണോ നോക്ക്. വേറെ ഉത്തരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കി. അല്ലേ? നമ്മള് 4x-നെ അവിടെ തന്നെ ഇറക്കി എഴുതാം. എന്നിട്ട് 80 ആയിരുന്നു. 4x-നെ അവിടെ തന്നെ ഇറക്കി എഴുതിയിട്ട് 80-ന്റെ അടുത്തേക്ക് പ്ലസ് 8 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താകും? അപ്പൊ നീണ്ട ഓൾജിബ്രയ്ക്ക് ആവുമ്പോ എക്സ് ഏറ്റവും അവസാനം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അവസാനമാണ് എക്സിന്റെ വാല്യൂയിലേക്ക് എത്തണ്ടേ. അതിനു മുമ്പ് ബാക്കി എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ മാറ്റണം. അതിന്ന് ആ കുരുക്കൊക്കെ അഴിച്ചിട്ടാണ് എക്സിലേക്ക് എത്താനായിട്ട് കേട്ടാ. അപ്പൊ 4x അവിടെ നിൽക്കട്ടെ. പ്ലസ് 8 നമുക്ക് ആദ്യം മാറ്റാം. അപ്പൊ പ്ലസ് 8 അപ്പുറത്തേക്ക് പോകുമ്പോ മൈനസ് 8 ആകും. അപ്പൊ നമുക്ക് 4x ഈക്വൽ ടു 80-ന്ന് 8 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും?
72. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വില, എക്സിനെയാണ് കാണേണ്ടത്. അപ്പൊ ഈ 4 മാറ്റം കൊടുത്ത്, അപ്പൊ നമുക്ക് 4 മാറ്റം ഡിവൈഡ് ബൈ 4 ആവും. എക്സ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ, എന്താ ഡിവിഷൻ ആകാൻ കാരണം 4x എന്ന് പറഞ്ഞാൽ 4 into x എന്നാണ് അല്ലെ. 4x എന്ന് പറഞ്ഞാൽ 4 into x ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ ഇൻറ്റു എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ മാറി അവിടെ എന്താകും, ഡിവിഷൻ ആകും. മൾട്ടിപ്ലിക്കേഷൻ മാറി അത് ഡിവിഷൻ ആയി മാറും. അപ്പൊ 72 ഹരണം 4, 72 എത്ര പ്രാവശ്യം പോവും? 18 ആണ് ആൻസർ വരിക. അപ്പൊ 18, എട്ടാമത്തേന്റെ ഉത്തരവാണ് പറഞ്ഞത് 18. അടുത്തതും അതുപോലെയൊക്കെ തന്നെ ഏകദേശം 10a/3 സമം 30. Then what is the value of a? 9. 900 അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. എല്ലാവർക്കും കിട്ടി? ഓക്കെ, പറയണോ? വേണ്ട പറയണം എന്നാ വേണ്ടെന്നാ പറയണം. ഓക്കെ. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ തൊട്ട് മുന്നിൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഏത് വേരിയബിൾ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സോ വൈയോ എന്നോ എയോ ബിയോ എന്താണോ അത് ഏറ്റവും അവസാനം ചെയ്യാൻ പാടുള്ളൂ. ആ കണ്ടുപിടിക്കേണ്ട സംഗതി അവിടെ മാറ്റി വെക്കുക, അത് ഏറ്റവും അവസാനം എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ നോക്കിയാൽ 10a കൂടെയാണ്, 10ന്റെ കൂടെയാണ് a നിൽക്കുന്നത്. അപ്പൊ ആ 10a നമുക്ക് അവിടെ തന്നെ നിർത്തിയിട്ട് 10a അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് 30ന്റെ അടുത്തേക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള 3നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഡിവൈഡ് ചെയ്യാനുള്ള 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും, ഇൻറ്റു ആകും. ഡിവിഷൻ ആയിട്ടുള്ള ആ 3നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് ഇൻറ്റു ആയി. അപ്പൊ നമുക്ക് കിട്ടി 10a ഈക്വൽ ടു 30 into 3. 30 into 3 എത്രയാ? 90. 10a സമം ആണ് 90 കിട്ടിയേക്കണേ. ഇനി നമുക്ക് a മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന 10നെ കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 10 അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. 90/10 90/10 10 90 എത്ര പ്രാവശ്യം പോകുക? 9 ആണ് ഉത്തരം. എ എന്ന് പറയുന്നതിന്റെ വാല്യൂ 9 ആണ്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 49/x equal to 7. So what is the value of x? 49/x 7. ഇതിന്റെ അർത്ഥം നമുക്കിങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് പറയാൻ 49നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 7 ആണ് ഉത്തരം കിട്ടിയത്. ആ സംഖ്യ ഏത്? ആ അതിന് ആ സെന്റൻസ് ആണ് നമ്മളിപ്പോ മാത്തമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ എഴുതിയേക്കണം. ഓൾജിബ്ര ഉപയോഗിച്ച് 49 ഹരം x ഏതോ ഒരു സംഖ്യ, അതാണ് ആ x വന്നത്, ഏതോ ഒരു സംഖ്യ ഹരിച്ചപ്പോ നമുക്ക് ഉത്തരം കിട്ടിയത് 7 ആണ്. അതാണ് സമ്മൂട്ടിട്ട് 7 കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം, കാരണം അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഈ 7നെ എക്സിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ 49/7 ആകും. 7ന്റെ സ്ഥാനത്തേക്ക് എക്സിനെയും എക്സിന്റെ സ്ഥാനത്തേക്ക് 7നെയും അങ്ങോട്ട് കൊണ്ടുപോകുക. തിരിച്ചു മറിച്ച് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തു. 49 7 49 എത്ര പ്രാവശ്യമാണ് പോവുക? 7 പ്രാവശ്യം. സോ എക്സിന്റെ വില എത്ര കിട്ടി? 7. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. y അതേപോലെ തന്നെ വേറെ രീതിയിലുള്ളതാണ്. y/100 സോറി 10 equal to 100. സോ വാട്ട് ഈസ് ദ വാല്യൂ? y equal to 10 ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്, ഹരിക്കാനുള്ളത്. ബൈ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ മറ്റൊരു പേരാണ് കേട്ടോ. അപ്പൊ അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ 100 into 10 ആകും. y equal to 100 into 10 that is equal to 1000. ഓക്കെ, 1000. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എക്സിന്റെ റെസിപ്രോക്കൽ എന്താണെന്ന്? എക്സിന്റെ ഏതൊരു സംഖ്യയുടെയും വിൽക്രമം, വെറുതെ ഒരു സംഖ്യ തരാണെങ്കിൽ അതിന്റെ വിൽക്രമം എന്ന് പറയുന്നത് 1/8 ആ സംഖ്യ എഴുതുന്നതാ. അപ്പൊ വൈയുടെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വൈയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സംഖ്യ ആയിക്കോട്ടെ, വേരിയബിൾസ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ 10ന്റെ വിൽക്രമം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്തുകൊണ്ട് അങ്ങനെ വന്ന? ഏത് സംഖ്യക്കും അതിനൊരു കോമൺ ഡിനോമിനേറ്റർ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു ക്ലാസ്സിൽ, നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, ഏത് സംഖ്യക്കും കോമൺ ആയിട്ട് ഒരു
ഫാക്ടർ ഡിവിഷൻ ഫാക്ടർ, അതായത് ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അത് 1 ആണ്. പക്ഷെ നമ്മൾ അവിടെ എഴുതാറില്ല. ഈ 1 എന്ന് പറയുന്ന സാധനം വരുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോഴൊന്നും എഴുതില്ല. ഇപ്പൊ നമ്മൾ a⁻2 എന്ന് എഴുതും. പക്ഷെ a⁻1 എന്ന് നമ്മൾ എങ്ങനെയും എവിടെയും എഴുതി അങ്ങനെ കാണാറില്ല. a⁻1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു a തന്നെയാണ്. സോ നമ്മൾ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. മനസ്സിലായി? അതാണ് നമ്മളത് എടുത്തു പറയാത്തെ. അപ്പൊ എക്സിന്റെ റെസിപ്രോക്കൽ 1/x ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഓൾജിബ്ര ഫോം ചെയ്യാനാണ്. 3 ടൈംസ് ഓഫ് എ നമ്പർ, അതിന്റെ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചത്. 3 ടൈംസ് ഓഫ് എ നമ്പർ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനെ നമുക്ക് എങ്ങനെ ബീജഗണിത രൂപത്തിൽ സൂചിപ്പിക്കാം? 3x. ക്യൂബല്ലല്ലോ. 3x. പറഞ്ഞാൽ തെറ്റുണ്ടോ? എക്സ് ക്യൂബ് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? തെറ്റാണോ? തെറ്റാണ്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം. ഞാൻ പറഞ്ഞത് തെറ്റാണ് അല്ലേ? അതായത് എക്സിന്റെ 3 ടൈംസ്, ഒരു സംഖ്യയുടെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3x എന്നാണ്, അല്ലാതെ എക്സ് ക്യൂബ് എന്നല്ല. നമ്മൾ തെറ്റാണ് പറഞ്ഞെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം. അപ്പൊ എക്സ് ക്യൂബ് അല്ല, 3x ആണ് അതിന്റെ ആൻസർ കേട്ടാ. ഇവിടെ അതൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 3/x, എക്സ് ക്യൂബ്, x/3, x+3, 3x. ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് 3x ആണ്. അടുത്തത് എന്താ പറയാ, അടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലേ, x + x + y + y അല്ലേ? 2x + 3y. 2xകൾ പ്ലസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ 2x, അത് രണ്ടും കൂടി കൂട്ടി 2x. 3 വൈകളും പ്ലസ് തന്നെ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് 3y. അപ്പൊ 2x + 3y. ഇതിന് ഉത്തരം ഇങ്ങനെ എഴുതട്ടെ, 5xy എന്ന് എഴുതണോ? നിർത്തു, അവിടെ അത്രേ ഉള്ളൂ ആൻസർ. 2x + 3y ഉള്ളൂ കേട്ടോ. അടുത്തത് 36/y = 3. പറഞ്ഞ ഉത്തരം 12. y 12 ആണ്. കിട്ടാത്തവരുണ്ടോ? ഇല്ല. y = 12 ആണ്. നേരത്തെ തൊട്ട് മുന്നിൽ 49x ചെയ്ത പോലെ തന്നെ ഇവിടെ മാറ്റിയ 3നെ നമ്മൾ വൈയുടെ അടുത്തേക്കും y-നെ നമ്മൾ 3യുടെ അടുത്തേക്കും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 36/3 എന്ന് പറയുന്നത് y-ക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നതിന്റെ വില y 3 ഒരു പ്രാവശ്യം, 3 6 2 പ്രാവശ്യം, 12 ആണ് ആൻസർ. y = 12 ആണ്. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്വേഷൻ തന്നെ, വീണ്ടും ഒരു ആൾജിബ്ര ഇക്വേഷൻ എഴുതാനാ പറഞ്ഞേക്കണേ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയും അതിന്റെ വിൽക്രമത്തിന്റെ ബീജഗണിതം. ആൾജിബ്രിക് ഫോം ഓഫ് എ നമ്പർ ആഡഡ് ടു ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു സംഖ്യ അതിന്റെ വിൽക്രമം, അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന്റെ ഒരു ഇക്വേഷൻ എഴുതാൻ. x + 1/x തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഒരു സംഖ്യ, നമുക്ക് സംഖ്യ അറിയില്ല, അപ്പൊ നമ്മൾ x കൊടുത്തു. അതിന്റെ വിൽക്രമം, അതിന്റെ റെസിപ്രോക്കൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതാണ് 1/x. ഇവ തമ്മിൽ സം ചെയ്യുന്നത്, കൂട്ടുന്നതിന്റെ ബീജഗണിതമാണ്. അപ്പൊ x + 1/x ആണ് അതിന്റെ ഓൾജിബ്ര. x + 1/x. അടുത്തത് വീണ്ടും ഓൾജിബ്രിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കണം. 7 ടൈംസ് ഓഫ് എ നമ്പർ ആഡഡ് വിത്ത് 7 gives 42. Then the number is dash. ഒരു സംഖ്യയുടെ 7 മടങ്ങിനോട് 7 കൂട്ടിയപ്പോൾ 42 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? 5. 5 കിട്ടിയോന്ന് നോക്കട്ടെ എല്ലാവർക്കും. 5 കിട്ടി. അത് പറയണോ? ഒരു സംഖ്യയുടെ 7 ആണ്. സംഖ്യ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഒരു സംഖ്യ എന്നാ പറഞ്ഞുള്ളൂ. അപ്പൊ ഏത് സംഖ്യ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ 7 എക്സ് എന്ന് പറയുന്ന സംഖ്യ, ആ സംഖ്യയുടെ 7 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംഖ്യയുടെയും ഇത്ര ടൈംസ് എന്ന് പറയുമ്പോൾ ആ സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി x കൊണ്ട്. x × 7, അപ്പൊ x7 അല്ലെങ്കിൽ 7x. അപ്പൊ 7 മടങ്ങ് എന്ന് പറയുമ്പോൾ 7x ആണ്. 7 മടങ്ങിനോട് 7 കൂട്ടി, അപ്പൊ +7 കൊടുക്കണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് 42 കിട്ടി എന്ന് പറഞ്ഞപ്പോ സമൂഹത്തിന് 42 കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓൾജിബ്ര ഫോം ചെയ്തു. നമുക്ക് ആ എക്സിന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു, ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകരുത്, ഓരോന്നോരോന്നായിട്ട്. എക്സ് ഏറ്റവും അവസാനം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ +7 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. +7 അപ്പുറത്ത് പോയാൽ എന്താകും? -7. അപ്പൊ 7x വീണ്ടും നമുക്ക് ഇറക്കി എഴുതാം. 42 7 വെച്ചാൽ 35.
ആണെങ്കിൽ ഇനി നമുക്ക് എക്സ് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. എക്സ് അവിടെ നിർത്താം. 35/7. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 ആണ് എക്സിന്റെ വാല്യൂ. മനസ്സിലായോ? കിട്ടിയോ? ചോദിച്ചവർക്ക് ഡൗട്ട് ചോദിച്ചവര് കിട്ടിയെങ്കിൽ മനസ്സിലാക്കി പറയണേ, ഇല്ലെങ്കിലും പറയണം. ഒന്നുകൂടി പറയണം. അതായത് 7 times of a number added with 7 എന്താ പറയാ gives 42 എന്നാണ് നമുക്ക് ഒരു സെന്റൻസ് പറഞ്ഞേ. നമ്മൾ അതിനെ മാത്തമാറ്റിക്കൽ സെന്റൻസ് അല്ലെങ്കിൽ ഓൾജിബ്രയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു സംഖ്യ നമുക്കറിയാത്തത് കൊണ്ട് എക്സ് എടുത്തു. ആ സംഖ്യയുടെ 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ 7x എന്നാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോ അപ്പൊ എന്ത് വരും? ഒരു സംഖ്യയുടെ 10 മടങ്ങ് എന്ന് പറയുമ്പോ എന്ത് വരും? മനസ്സിലായല്ലോ? അപ്പൊ 7x എന്ന് പറയുന്നത് 7 ടൈംസ് ആണ്, 7 മടങ്ങാണ്. അതിന്റെ കൂടെ 7 കൂട്ടിന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ അങ്ങ് +7 ഇടും. അങ്ങനെ ചെയ്തപ്പോ 42 വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈക്വൽ ടു 42. മനസ്സിലായ? അപ്പൊ ഇനി നമ്മൾ നേരത്തെ ഇക്വേഷൻ ഫോം ഓൾജിബ്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇത്രയും നേരം ചെയ്തോണ്ടിരുന്ന പോലെ തന്നെ. അപ്പൊ 7x അങ്ങനെ തന്നെ ഇറക്കി എഴുതി. സമം 42ന്റെ അടുത്തേക്ക് ഈ +7 ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് ചാടിക്കണം. ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ടോ പോയാൽ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ മാറുന്നുള്ളൂ. പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആകും. അത്രേ ഉള്ളൂ. അപ്പൊ +7 ആയിരുന്നു, അപ്പൊ ഇതിവിടെ -7 ആയി. ഇനി 7x അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 42ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞപ്പോ 35, 35 കിട്ടി. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 35/7 എത്ര കിട്ടും? 7 5 35. 5 ടൈംസ് ആണ്. അപ്പൊ 5 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. a into a into a into a into a plus b into b plus x into x. ഇതെല്ലാം കൂടി ഒക്കെ ആണെങ്കിൽ എന്ത് വരും? അപ്പൊ ആൻസർ a cube plus b square plus x square. into ആണ്. a cube. ഓക്കെ, 3 എണ്ണം ഉണ്ട്. 3a എന്നല്ല എഴുതേണ്ടത്, 3a എന്നല്ല എഴുതേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് കൂട്ടുമ്പോഴാണ് അങ്ങനെ വരിക. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ പവർ ആയിട്ട് തന്നെ എഴുതണം, മറക്കരുത്. പ്ലസ് ഈ പ്ലസ് ആണ്, ഈ പ്ലസ് അങ്ങനെ. ബി 2 എണ്ണം ഉണ്ട്. ബി സ്ക്വയർ, ബി ഇൻറ്റു ബി ആണ്. അപ്പൊ ബി സ്ക്വയർ പ്ലസ് ആണല്ലേ. എക്സ് പ്ലസ് എക്സ് അല്ലേ അവിടെ? നിങ്ങൾക്ക് എങ്ങനെ തന്നേക്കണേ? x into x എന്നല്ലേ പറഞ്ഞു? പ്ലസ് എക്സ് ആണ്. പ്ലസ് ആണ്, പ്ലസ് ആണ്. 2x പ്ലസ് ആണ് അവിടെ. ഇനി ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിയേക്കാം. എക്സ് ഇൻറ്റു എക്സ് അല്ല, എക്സ് പ്ലസ് എക്സ് ആണ്. അപ്പൊ a ക്യൂബ് പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2x. അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ബി ഇൻറ്റു ചെയ്യുന്നതും പ്ലസ് ഇട്ട് വരുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കണം നിങ്ങൾക്ക്. അടുത്തത് ചോദ്യം ഇതാണ്. when a number is continuously multiplied 4 times. ഒരു സംഖ്യ തുടർച്ചയായി 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 4x ആണോ, 4x സ്ക്വയർ ആണോ, x raised to 4. ഇത് ഇങ്ങനെയാണ്. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഏതെങ്കിലും ഒരു സംഖ്യ കണ്ടിന്യൂസ് ആയിട്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ x⁻⁴ ആണ്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഫോം അതല്ലെങ്കിൽ പവർ, ഡിഗ്രി, പവർ ഒക്കെ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാം തീർത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ സംശയം ചോദിച്ചെങ്കിലും നമ്മുടെ സമയം നമ്മളത് മാനേജ് ചെയ്ത് ഇവിടെ വരെ ഇന്ന് തീർത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങള് ചെയ്തതും അതുപോലെ തന്നെ ഇന്നിപ്പോ സംശയം ഒരാൾ ചോദിക്കുമ്പോ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മളിവിടെ കാര്യങ്ങൾ പറയാം. ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, ആളുടെ സംശയമല്ലേ, നമ്മൾ എന്തിനാത് മൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. എല്ലാവരും അത് പറയുന്നതൊക്കെ കേട്ടിരുന്നിട്ട് നിങ്ങളും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ റൂട്ട് കണ്ടുപിടിച്ചതൊക്കെ 2 രീതിയിലും, അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡിലും അതുപോലെ തന്നെ ലോങ് ഡിവിഷൻ മെത്തേഡിലും നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Thank you, miss. Okay, thank you.